ദൈവം അനുഗ്രഹിക്കുന്നത് ശുശ്രൂഷകരമാക്കണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകയില്ല, നീ ഉറങ്ങുകയില്ല. ഇസ്രായേലിൻ പരിപാലകൻ, നീ മയങ്ങുകയില്ല, നീ ഉറങ്ങുകയില്ല. ഇസ്രായേലിൻ പരിപാലകൻ നിങ്ങൾ പങ്കുചേരേണ്ടതിന് ഒന്നിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ നിങ്ങൾക്കായി ഒരു ദൈവത്തിന്റെ വചനം വായിക്കട്ടെ. ദൈവത്തിന്റെ വൃതനും വിശുദ്ധനും പ്രിയരുമായി മനസ്സിന് വേദയാത്മാസവും ഇത് ദീർഘമെന്ന് ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും ഇത് സമ്പൂർണ്ണ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരുമായിരിപ്പീൻ. കർത്താവ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടുകൂടി നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. ഈ ദൈവത്തിന്റെ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിപ്പോൾ നിന്നുകൊണ്ട് ഒരു ഈരടി പാട്ട് പാടുമ്പോൾ സഹോദരിമാർ തമ്മിൽ തമ്മിലും സഹോദരന്മാർ തമ്മിൽ തമ്മിലും കരം കൊടുത്ത് വിശുദ്ധം ചെയ്ത് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അവിടുത്തെ മേശയിൽ ഞങ്ങൾക്ക് പങ്കുചേരുവാനിടയായല്ലോ. പങ്കുചേരുന്ന ദൈവമക്കൾക്ക് ആശ്വാസം. മേശമേലുള്ള അനുഗ്രഹങ്ങൾ നിന്റെ മക്കൾക്ക് സൗഖ്യവും ബലവും ധൈര്യവും ദൈവകൃപയും അവരെ കൊടുത്തു കർത്താവ് ബലപ്പെടുത്തി നടത്തണമേ. ഒരു ശത്രു നോക്കുവാനിടയാകും ശുശ്രൂഷകളെ ബലപ്പെടുത്തിയല്ലോ. അവിടുത്തെ ദാസൻ ദൈവത്തിന്റെ വചനവുമായി എഴുന്നേൽക്കുന്നു. അവിടുത്തെ ക്രൂശിന്റെ ബലം ശുശ്രൂഷിപ്പാൻ സ്വർഗ്ഗങ്ങൾക്ക് ഇടയാക്കണം.
യേശു പോലെ പ്രാർത്ഥന കേൾക്കണമേ. ഒന്നിച്ച് സ്വതന്ത്രം ചെയ്താട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കുക. കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുന്നു. പ്രാർത്ഥനയോടെ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയിലേക്ക് ദൈവം നമ്മളെ കൂട്ടി വരുത്തിയല്ലോ. ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മോദം കഴിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തി. കർത്താവേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരങ്ങളും, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ചായിട്ട് എൻ്റെ മാതാപിതാക്കൾ എല്ലാവരോടും ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ഒരവസരം കൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ദൈവത്തിൻ്റെ